ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ആണ് വന്നിട്ടുള്ളത്. നൂർജഹാനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് കേൾക്കുമ്പോൾ നസീറിന്റെ ഉമ്മ ഞെട്ടിപ്പോവാണേ. സങ്കടത്തോടെ സുബൈറിന്റെ അടുത്ത് ചെന്നിട്ട് അവന്റെ മനസ്സിൽ ഇത്രയും ക്രൂരതയുള്ളത് എനിക്കറിയില്ലായിരുന്നു. അവൻ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ ഇക്കയോട് മാപ്പ് ചോദിക്കാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ മാപ്പ് ചോദിക്കാനേ. സുബൈർക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. സുബൈദയ്ക്ക് സത്യത്തിലും ഒന്നും അറിയില്ലായിരുന്നു. അതിനുശേഷം പിന്നീട് സുബൈറിന്റെ ഉപ്പേന്റെ അടുത്ത് ചെന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം എല്ലാം അറിഞ്ഞുകൊണ്ട് ഇല്ലാതാക്കണോ ഇതൊക്കെ പറയുമ്പോൾ നസീറും അടുത്തുണ്ടെന്നാ തോന്നുന്നത്. എന്നാ അവർ രണ്ടുപേരും സുബൈദനെയും എതിർക്കണേ. സ്വത്തിനും പണത്തിനും വേണ്ടി ഭാര്യയെയും എന്തിനും ഉമ്മയെ കൊല്ലാനും അവർ രണ്ടുപേരും തയ്യാറാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഫുൾ A+ കിട്ടിയ ആ കുട്ടിക്ക് കളക്ടർ ശാലിനി വിഷ്ണു ഫംഗ്ഷന് പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ശാലിനി രണ്ടു വാക്ക് സംസാരിക്കും. വിഷ്ണുവും ആ ഫംഗ്ഷനിൽ തന്നെയാണ്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ സത്യയും പപ്പിയും അവരോടൊപ്പം കളിക്കുകയാണ്. ഈ സമയം രണ്ടാൾക്കാരെ, അതായത് ഇവരെ മുമ്പേ നോട്ട് ചെയ്തിരുന്ന ആൾക്കാരെ ഇവരെ പിന്തുടർന്ന് അവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു സമയം കിട്ടുമ്പോ പപ്പീനെയും സത്യനെയും ക്ലോറോഫോമും മറ്റും മണപ്പിച്ചിട്ട് ബോധം കെടുത്തിയിട്ടാണ് അവിടുന്ന് കൊണ്ടുപോകുന്നത്. ശേഷം പിന്നീട് ആ ഫംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നെയാണ് ശാലിനി മക്കളെ കാണാത്ത ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പിന്നീട് ശാലിനിയും വിഷ്ണുവും അവിടെയുള്ള എല്ലാവരും കുട്ടിയെ തെരഞ്ഞു നടക്കണേ. ശാലിനി ആകെ പേടിച്ചിട്ടുണ്ട്. ശേഷം ശ്യാമയും രോഹിത്തും അവിടെ വന്നിട്ടുള്ള വിവരം ശാരദാമ്മ ശാലിനിയെ വിളിച്ചറിയിക്കാനായിട്ട് ഫോണിൽ വിളിക്കുകയാണ്. ഈ സമയം ശാലിനി കരഞ്ഞുകൊണ്ട് പറയും സത്യയും പപ്പിയും കാണുന്നില്ല. ഇത് കേട്ട് ശാരദാമ്മ അങ്ങ് ഞെട്ടും. കാണാനില്ലെന്നോ? ഇത് ശ്യാമയും രോഹിത്തും കേൾക്കുമ്പോ അവരും ഞെട്ടണേ. രോഹിത്ത് ചായ കുടിക്കായിരുന്നു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കും. ശാലിനി ഇങ്ങനെ സങ്കടത്തോടു കൂടി എവിടെ അന്വേഷിക്കേണ്ടതെന്ന് അറിയാതെ ചുറ്റിലും ഇങ്ങനെ തെരഞ്ഞു നടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സുസ്മിത ആരോടെ ഫോണില് സത്യനും പപ്പിനെയും വേണമെന്ന് ആരോടെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കണേ. ഈ സമയം ഉപേന്ദ്രനും അടുത്തുണ്ട് കേട്ടോ. രോഹിത്തിന്റെ കയ്യിന്ന് സ്വത്തുക്കൾ വാങ്ങിക്കാനായിരിക്കും സുസ്മിത ചെയ്യുന്നുണ്ടെങ്കിലും മക്കളെ തട്ടിക്കൊണ്ടുപോയ വിഷ്ണുവിന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് സുസ്മിതയ്ക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. സുസ്മിതയുടെ വിഷ്ണു ഒരിക്കലും പുറത്തു കൊടുക്കാൻ പോകുന്നില്ല. ഇതിനുള്ള ശിക്ഷ വലുത് തന്നെയായിരിക്കും. നിയമപരമായിട്ട് ശാലിനിയും നന്നായിട്ട് പോരാടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് പ്രൊമോയിലുള്ളത്. പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്